നമുക്കറിയാം കേരളത്തിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് മഴയൊക്കെ അവിടെ ഇവിടെയൊക്കെ പെയ്തത് കൊണ്ട് ഒരു ചൂടിൻ്റെ കാഠിന്യം കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ചൂടിന് കാരണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും പൊതുവേ ചിലരൊന്നും ശ്രദ്ധിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതേ നമുക്കറിയാവുന്ന കാര്യം മരങ്ങൾ കൂടുതലായിട്ടും വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മഴയുടെയൊക്കെ ഒരു കാഠിന്യം മഴയുടെയൊക്കെ ഒരു തീവ്രത കുറഞ്ഞു, ചൂടിൻ്റെ കാഠിന്യം കൂടിയിട്ടുണ്ട്. വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ സൂര്യനിൽ നിന്നുള്ള ചൂട് നേരിട്ടാണ് ഈ ഭൂമിയിലേക്ക് പതിക്കുന്നത്. അപ്പോൾ ഈ റോഡിൽ നിന്നൊക്കെ ഉള്ള ചൂട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് മുഖത്തേക്ക് നമ്മുടെ ബോഡിയിലേക്ക് അടിക്കുന്നുണ്ട്. ആ ചൂടാണ് കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തെ ചൂട് പിടിപ്പിക്കുന്ന ഒരു വസ്തുതയെന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നുള്ള ചൂട് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ ചൂട് റോഡിൽ വന്നടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ മുഖത്തും പുറത്തുമൊക്കെ അടിക്കുന്നത് ഭയങ്കര ഒരു ചൂടിൻ്റെ ആ കാഠിന്യം കൂടാനായിട്ട് ഭയങ്കര കാരണമാകുന്നുണ്ട്. നമ്മൾ ഈ ബൈക്കിലൊക്കെ പോകുന്നവർക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇപ്പം ഞാനൊക്കെ ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിനകത്ത് പോകുമ്പോൾ ഉച്ച സമയത്തുള്ള യാത്രയൊക്കെ ഞാൻ കഴിവതും ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം ഇതുപോലുള്ള ഇങ്ങനെ ഈ റോഡിൽ നിന്നുള്ള ചൂട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ചൂട് കൂടുതലായതിനാൽ കഴിവതും ബൈക്കിനകത്ത് ഉച്ചയ്ക്കൊക്കെ പോകുന്നതൊക്കെ കഴിവതും ഒഴിവാക്കുക. അർജൻറ്റാണെങ്കിൽ മാത്രം പോവുക. അതുപോലെ തന്നെ ഈ സ്കിൻ ക്യാൻസറൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്ന ഈ ചൂട് കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്നത് ഇപ്പോഴത്തെ. മാത്രവുമല്ല, കേരളത്തിൽ ഇനിയും ചൂട് കൂടത്തേ ഉള്ളെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം കേരളത്തിൻ്റെ ആ പഴയ കാലാവസ്ഥയും അതൊക്കെ മാറി. ഏതോ ഒരു വർഷം, എനിക്ക് തോന്നുന്നു 2012-13 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ അന്ന് കേരളത്തിലെ ചൂട് 42-44.1 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അത്രയും ചൂട് രേഖപ്പെടുത്തിയ ഒരു വർഷം ഉണ്ടായിരുന്നു, 2014-13 ആണെന്ന് തോന്നുന്നു. അതേ ദിവസം തന്നെ കേരളത്തിൽ ആ ദിവസം 44-42 എങ്ങാണ്ട് 44 തോന്നുന്നു. ആ ചൂട് രേഖപ്പെടുത്തിയ അതേ ദിവസം തന്നെ ദുബൈയിലെ ചൂട് 39 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, അവർ ഗൾഫ് രാജ്യത്തേക്കാൾ കൂടുതൽ ചൂട് കേരളത്തിൽ രേഖപ്പെടുത്തി എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു കാലാവസ്ഥയുടെ വ്യതിയാനം, ചൂടിൻ്റെ കാഠിന്യം എന്തുമാത്രം കേരളത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെയൊക്കെ അഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കഴിവതും വൃക്ഷങ്ങളൊക്കെ വീട്ടിന് ചുറ്റിനൊക്കെ നട്ടുപിടിപ്പിക്കുക. AC ഒക്കെ വാങ്ങിക്കാൻ കാശില്ലാത്തവരൊക്കെ ആണ് പലരും. അപ്പോൾ ഒത്തിരി പൈസയൊക്കെ ഉള്ളവർ AC ഒക്കെ വാങ്ങിച്ച് അതിനകത്തിരിക്കും. പക്ഷേ AC ഇല്ല എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ വീടിൻ്റെ സൈഡുകളിലൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ചൂടിൻ്റെ വലിയ കാഠിന്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കാരണം ഈ ചൂടിനെ ഇത് വലിച്ചെടുക്കുന്നത് കൊണ്ടൊക്കെ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ വീട്ടിനടുത്ത് വലിയ മരങ്ങൾ, അതായത് വലിയ കാറ്റോ മഴയോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ ബ്രാഞ്ച് ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞ് വീട്ടിൻ്റെ മണ്ടയിൽ വീഴുന്ന തരത്തിലുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കരുത്. അഥവാ നട്ടുപിടിപ്പിച്ചാൽ തന്നെയും ഇച്ചിരി മാറ്റി, ഈ മരങ്ങളൊക്കെ സ്വല്പം മാറ്റി, നമ്മുടെ സെക്യൂരിറ്റി കൂടി നമ്മളൊന്ന് നോക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാനൊക്കെ. അപ്പോൾ ഇനിയുള്ള കാലാവസ്ഥ കേരളത്തിനെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴിവതും മരങ്ങളൊക്കെ വീട്ടിന് ചുറ്റുമൊക്കെ നട്ടുപിടിപ്പിക്കുക.